വർഷങ്ങൾക്ക് മുൻപ് അപകടം വില്ലനായെങ്കിലും വിഷ്ണുവിന്റെ കുടുംബത്തിന് താങ്ങാവുകയാണ് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളും. വിഷ്ണുവിന്റെ സഹോദരിയുടെ വിവാഹത്തിന് 5 പവൻ സ്വർണമാണ് സ്നേഹത്തണലിൽ ഇവർ ഒരുക്കിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി ശരീരം പൂർണ്ണമായി തളർന്ന് കിടപ്പിലാണ് വിഷ്ണു. പഴുനാന ചെമ്മന്തട്ട കൊട്ടിലിങ്ങൽ കെ എ കുമാരൻ പ്രീതി ദമ്പതികളുടെ മൂത്ത മകനാണ് വിഷ്ണു. 2014 ഡിസംബർ മാസത്തിൽ സുഹൃത്തുമൊത്ത് ഗാനമേള കണ്ടു മടങ്ങവേ ബൈക്ക് തെന്നി വീണാണ് അപകടം സംഭവിക്കുന്നത്. വിഷ്ണുവിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും ശരീരം പൂർണ്ണമായും തളർന്ന് കിടപ്പിലായി. ഈ സമയത്താണ് നഗരസഭാ കൗൺസിലറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ലബീബ് ഹസൻ വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി എത്തിയത്. സഹപാഠികളുടെ വിലാസവും ഫോൺ നമ്പറും ശേഖരിച്ച് 2015 മാർച്ച് മാസത്തിൽ ഇവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും മാസം തോറും ഒരു നിശ്ചിത സംഖ്യ പിരിച്ചെടുത്ത് വിഷ്ണുവിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചു. ഇതിപ്പോഴും തുടരുന്നുണ്ട്. വിഷ്ണുവിന്റെ മൂത്ത സഹോദരിയുടെ പഠന ചിലവുകൾ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളുടെ കൂട്ടായ്മയും ചേർന്നാണ് നിർവഹിച്ചത്. 10 വർഷ കാലയളവിൽ വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ തണലാണിവർ. ശനിയാഴ്ച വിഷ്ണുവിന്റെ ഇളയ സഹോദരിയുടെ വിവാഹമായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളുടെ കൂട്ടായ്മയും ചേർന്ന് 5 പവൻ സ്വർണം നൽകുകയും കൂടാതെ സഹപാഠികളുടെ കൂട്ടായ്മ 50,000 രൂപയും നൽകി. ചെന്നൈയിലെ പ്രമുഖ വ്യവസായി 3 പവൻ സ്വർണവും നൽകി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ സ്വർണ സമ്മാനം വിഷ്ണുവിന് കൈമാറി. ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരാൻ, ജിനാഷ് തെക്കേക്കര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലായിരുന്ന ഇവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ മാസങ്ങൾക്ക് മുമ്പ് കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ധനസഹായത്തോടുകൂടി ചെയ്തു നൽകിയിരുന്നു. സഹപാഠി കൂട്ടായ്മയ്ക്ക് മുഹമ്മദ് ഷെരീഫ്, VH ജുസൈർ, മുഹമ്മദ് സഹിദ്, മുഹമ്മദ് ജലാൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് CCTV.